PM ശ്രീ നയത്തോട് വിയോജിപ്പാണെന്ന് മന്ത്രി N ഷംസുദ്ദീൻ ന്യൂസ് മലയാളത്തോട്. വ്യവസ്ഥകൾ പാലിച്ചാലേ ഫണ്ട് നൽകൂ എന്നൊരിക്കലും പറയാൻ പാടില്ല. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട പദ്ധതിയിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. നയപരമായ വിഷയമായതിനാൽ രാഷ്ട്രീയ വശങ്ങളും നോക്കണം. പദ്ധതിയിൽ നിന്നും പിൻവാങ്ങിയാൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ആ നയത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പാണുള്ളത്. PM ശ്രീ നയത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പാണുള്ളത്. അതിലുള്ള കണ്ടന്റിനോട് വിയോജിപ്പാണുള്ളത്. ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിനെതിരാണിത്. കേന്ദ്രം ഫണ്ട് തരുന്നു, അതിന് കണ്ടീഷൻ വെക്കുക. ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചാലേ ഫണ്ട് തരുമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം കളക്ഷൻ ഓഫ് ടാക്സിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഈ ഇങ്കൊക്കെ ഉണ്ടാകുന്നത് അത് എല്ലാ സ്റ്റേറ്റിൽ നിന്നും കളക്ട് ചെയ്യുന്നുണ്ട്. അതിന് പെർസെൻറ്റേജ് ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരമുള്ള പണമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ കേന്ദ്രം നൽകുന്നത്. പക്ഷെ അത് നൽകുമ്പോൾ അതിന് PM ശ്രീയിൽ ഒപ്പിട്ടാലേ തരൂ എന്നൊന്നും പറയുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിന് യോജിച്ചതാണ്. ഹാൻസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹാൻസ്, ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് നമ്മൾ കേട്ടു. മുൻ സർക്കാരിൻ്റെ കാലത്തും ഇത് തന്നെയായിരുന്നില്ലേ തീരുമാനം? കാരണം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കേരളത്തിന് ആവശ്യമായ ഫണ്ട് വേണം. അതുതന്നെയല്ലേ കഴിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പും സ്വീകരിച്ചിരുന്നത്. അന്നിവിടെ ഉണ്ടായ കോലാഹലങ്ങളും ആ പാർട്ടിക്കുള്ളിൽ തന്നെ നടന്ന സംഭവ വികാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടതും ചർച്ചയാക്കിയതും ഒക്കെയാണ്. പുതിയ സർക്കാരാണ്, പുതിയ മന്ത്രിയാണ്, എന്താണ് തീരുമാനം? സേതു പറഞ്ഞതുപോലെ തന്നെയാണ്, ഇടത് സർക്കാരിനെ അല്ലെങ്കിൽ ആ മന്ത്രിസഭയെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു വിഷയമായിരുന്നു PM ശ്രീ. ആ വിഷയത്തിലാണ് പുതിയ സർക്കാരിൽ മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത N ഷംസുദ്ദീൻ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ലീഗിൻ്റെ മന്ത്രി കൂടിയാണ് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നയങ്ങളോട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തോട് വിയോജിപ്പുണ്ട് എന്നുള്ള കാര്യം ന്യൂസ് മലയാളത്തോട് പറയുന്നത്. ഈ PM ശ്രീ, ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടുത്തിയിട്ടുള്ള PM ശ്രീ പദ്ധതിയുടെ ഉള്ളടക്കത്തോട് വിയോജിപ്പുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു ഫെഡറൽ സംവിധാനത്തിന് കീഴിലാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രം ഫണ്ട് അനുവദിക്കൂ എന്നുള്ള ഒരു കാര്യം പറയാൻ പാടില്ല. കൂടാതെ ഈ ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച പ്രകാരം നികുതി ഇനത്തിൽ നിന്നാണ് സംസ്ഥാന സർക്കാരുകൾക്ക് ഇത് സംബന്ധിച്ച് ഈ ഫണ്ട് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യവസ്ഥകൾ നൽകാൻ പാടില്ല അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ വ്യക്തമാക്കുന്നത്. നയപരമായ വിഷയമായതുകൊണ്ട് തന്നെ ലീഗിൻ്റെ മന്ത്രിയാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ മന്ത്രിക്കാകില്ല. UDF സർക്കാർ ഇതിലൊരു തീരുമാനം സ്വീകരിക്കണം, ബന്ധപ്പെട്ട അധികൃതരുമായി ഈ വിഷയം ചർച്ച ചെയ്യണം. അതിനുശേഷം മാത്രമാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുകയുള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് ഈ ആഴ്ചയോടെ സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ പരിശോധിക്കും. ഏതെങ്കിലും തരത്തിൽ ഈ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ചില വ്യവസ്ഥകൾ മാറ്റിക്കൊണ്ട് PM ശ്രീ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ബദൽ മാർഗം സ്വീകരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. ഏകപക്ഷീയമായി ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുമോ, ഈ പദ്ധതി നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തെ ഏതൊക്കെ തരത്തിലുള്ള അനന്തര ഫലങ്ങളാണ് ഉണ്ടാവുക എന്നുകൂടി പഠിച്ചതിന് ശേഷം ഈ മന്ത്രിസഭയിൽ അടക്കം ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും ഈ PM ശ്രീയുമായി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുക.